കാറ്റേ കാറ്റേ നീ പൂക്കാമരത്തിൽ പാട്ടും മൂളി വന്നു, പാട്ടും മൂളി വന്നു. മണ്ടു സെല്ലുലോയിഡ് കണ്ട? അതൊക്കെ കണ്ടു. പക്ഷെ ഈ പാട്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടമായില്ല. അതെന്തു പറ്റി? ഇതൊരുമാതിരി പഴഞ്ചൻ പാട്ട് പോലത്തെ. ഇപ്പോഴത്തെ പാട്ടൊക്കെ ആകുമ്പോൾ നല്ല അടിപൊളി പാട്ടുകൾ, എനിക്ക് അതിനോട് ഇഷ്ടമുള്ളൂ. ഓ, നല്ല കലാബോധം. എൻ്റെ അച്ഛനെ ഒരു കടവിദ്വാനായിരുന്നു. കടവിദ്വാനാ? കടമല്ല, ഘടം. ഞാനോർത്ത് വല്ല കടം മേടിച്ച് മുടിഞ്ഞ് വിദ്വാനായി പോയി ഓർത്ത്. അല്ല, അത് എങ്ങനെ മനസ്സിലായി? എന്ത്? അല്ല, ഞാൻ കടം വന്ന് മുടിഞ്ഞൊരു വിദ്വാനാണെന്നേ. അയ്യോ, അത് ഞങ്ങൾ ഇവിടെ വേറെ സംസാരിച്ചതാ. ആരാ? ഞാന് 2011 ഫെബ്രുവരി 14 ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി പോയിട്ടുള്ള കൃഷി അസിസ്റ്റന്റാ. പേര് സത്യശീലൻ. നമസ്കാരം സർ. ആ, ഓഫീസിന്റെ പേ ബില്ലിലേ പേര് ഞാൻ കണ്ടിട്ടുണ്ട്, സത്യശീലൻ സാർ. അതെ അതെ അതെ. 2012 നവംബർ 30 ഞാൻ പെൻഷനായി കൊല്ലത്തൊരു ഓഫീസിൽ വെച്ചിട്ട്. ഇതുവരെ ഇപ്പോൾ പെൻഷൻ കിട്ടിയിട്ടില്ല. ഞാൻ ആകെ കടം വാങ്ങി മുടിഞ്ഞു. അയ്യോ സാറേ, എന്നാ പിന്നെ വേറെ ഏതെങ്കിലും ഒരു ദിവസം വരായിരുന്നില്ലേ? അയ്യോ, അതെന്താ? ഇന്നിപ്പോ ഇവിടെ ഞങ്ങളുടെ ഓഫീസറുടെ മോളുടെ കല്യാണ, എല്ലാവരും അങ്ങോട്ട് പോയിരിക്കുക. ഓഫീസ് അടച്ചിട്ടുണ്ടാന്ന് കരുതി ഞങ്ങൾ ഇന്നലെ കല്യാണത്തിന് പോയി. അല്ല, ഇന്ന് ഓഫീസിൽ ആരും ഉണ്ടാവില്ലായിരുന്നു. ഇന്നിപ്പോ പെൻഷന്റെ സീറ്റിൽ ആള് കല്യാണത്തിന് പോയിരിക്കുക. അല്ലെങ്കിലേ ഞാനൊരു ഭാഗ്യദോഷിയാ. സാറിന് ഇപ്പൊ എന്താ വേണ്ടത്? എന്റെ NLCക്ക് വേണ്ടി കൊല്ലത്തെ ഓഫീസിൽ നിന്നൊരു പേപ്പർ അയച്ചിരുന്നു. ഇതുവരെ NLC അവിടെ കിട്ടിയിട്ടില്ല. NLC കിട്ടിയാലേ എനിക്ക് പെൻഷൻ കിട്ടുള്ളൂ. കൊല്ലത്ത് ഓഫീസിലെ റെഫറൻസ് നമ്പർ വല്ലതും സാറിന്റെ പക്കലുണ്ടോ? അതിന് കയ്യിലുണ്ട്. അതൊന്ന് പറയും. വെച്ചതാ C1 185/2013. തീയതി എത്രയാണ്? 6/3/2013. പ്യാരിജാദ, 2013 ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്റർ എടുക്കും. NLC ആവശ്യപ്പെട്ട അയച്ച കത്ത് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓ, ദൈവാധീനം. പക്ഷേ സാർ ഇവിടെ ജോലി ചെയ്യുമ്പോൾ സ്റ്റോറിൽ നിന്ന് ഒരു പുസ്തകം എടുത്ത് വായിച്ചിരുന്നോ? പുസ്തകങ്ങൾ എടുത്ത് വായിക്കാറുണ്ട്. ഒരു KG ഗോവിന്ദ പിഷാരടിയുടെ കൃഷിയും ശാസ്ത്രീയ രീതികളും. അയ്യോ, അത് ഞാൻ വായിച്ചു കഴിഞ്ഞിട്ട് തിരിച്ചു കൊടുത്തു എന്നാണല്ലോ എൻ്റെ ഓർമ്മ. പക്ഷേ ഇവിടെ രജിസ്റ്ററിൽ അത് ചേർത്തിട്ടില്ല. ഇപ്പോഴും ഇവിടുത്തെ രേഖ പ്രകാരം സാറിന്റെ കയ്യിലാണ് ആ പുസ്തകം. ശരി, അങ്ങനെയാണെങ്കിൽ അതിന്റെ ബില്ലടച്ചാൽ മതിയല്ലോ. അത് മതി. പക്ഷേ ഈ പുസ്തകത്തിന്റെ വില എങ്ങനെയാ അറിയാ? വേണ്ടാതെ ഒരു 1000 രൂപ അടയ്ക്കാം. അത് പറ്റില്ല. ആവശ്യത്തിൽ കൂടുതൽ പൈസ ഇവിടെ മേടിച്ചു വെച്ചാലേ അത് നിയമവിരുദ്ധോ സാറേ. അപ്പൊ ഇനി എന്ത് ചെയ്യും? എനിക്ക് പെൻഷൻ വാങ്ങിക്കണ്ടേ? അല്ല സാറേ, ഈ പുസ്തകം പുറത്ത് വാങ്ങാൻ കിട്ടില്ലേ? ഓ, പുറത്തൊന്നും കിട്ടില്ല. അത് 19ാം നൂറ്റാണ്ടിൽ എങ്ങാണ്ട് അടിച്ച പുസ്തകമാണ്. നിങ്ങൾ എന്ത് മനുഷ്യനെ എൻ്റെ സത്യശീലൻ സാറേ. ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥരെ ആവശ്യമില്ലാത്ത പുസ്തകം വല്ലതും മേടിച്ച് വായിക്കുമോ? ഇനി ഒരു കാര്യം ചെയ്തു നോക്ക്, ആ ഗവൺമെന്റ് പ്രസ്സിലൊന്ന് അന്വേഷിക്ക്. ചിലപ്പോൾ പുസ്തകം കാണും, അല്ലെങ്കിൽ അതിന്റെ വിലയെങ്കിലും അറിയാൻ പറ്റും. പ്രസ്സിലൊക്കെ ഇപ്പൊ അത് കാണുമോ? അല്ല സാർ, ഒന്ന് ഗവൺമെന്റ് പ്രസ്സിലെ സൂപ്രണ്ടിനെ ഒന്ന് പോയി കണ്ടു നോക്ക്. എന്നാ കണ്ടു നോക്കാല്ലേ? ശരി, അപ്പൊ ശരി സർ. എന്താ സാറേ? ഏയ്, ഞാൻ ആ സീറ്റിലായിരുന്നത്. പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ടാവില്ലേ? എന്നാ ശരി. ശരി, അങ്ങോട്ട് തന്നെ വെച്ചേക്കും. സാറിന് കിട്ടുമല്ലോ അല്ലേ? ഗോവിന്ദ പിഷാരടി, ഗോവിന്ദ കൃഷി 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 മൂസത് ഇങ്ങനെ ഒരു സാധനം ഇല്ല. വല്ല കാര്യം ഉണ്ടായിരുന്ന ബുക്ക് വായിക്കാൻ നടക്കണം. ഒരു രക്ഷയില്ല സത്യശീല. കാണാനില്ലേ സാർ? കാണാനില്ല. ഇതിന്റെ വിലയൊന്നും അറിയാൻ എന്താ മാർഗം? അതിപ്പോ എങ്ങനെ അറിയാൻ പറ്റും? ഈ രജിസ്റ്ററിനകത്ത് ഇല്ലല്ലോ, പിന്നെ എങ്ങനെ അറിയും? രജിസ്റ്ററിനകത്ത് ഇല്ലല്ലോ അല്ലേ? ഇനിയിപ്പോൾ എന്ത് ചെയ്യും സാറേ? ഞാൻ ഈ പെൻഷൻ കിട്ടിയില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. സത്യശീല പുറത്തെവിടെയെങ്കിലും അന്വേഷിച്ചായിരുന്നു? എന്ത്? കൃഷിയും ശാസ്ത്രീയ രീതികളും. ഓ, ഒരുപാട് അന്വേഷിച്ചു, പക്ഷേ എങ്ങും ഇല്ല സാറേ.
അങ്ങനെയാണെങ്കിൽ ഒരു വഴിയുണ്ട്. എന്ത് വഴി? ഈ മൂവാറ്റുപുഴ സ്റ്റോറല്ലേ, അവിടുത്തെ ഈ സ്റ്റോർ കീപ്പർ ആളെങ്ങനെ? ഓ, അയാൾ തണ്ണിയാണ് സാറേ. ആ, എനിക്ക് നന്നായി. അല്ല, ഈ കൃഷി സംബന്ധമായ പഴയ പുസ്തകങ്ങൾ വല്ലതും വീട്ടിലിരിപ്പുണ്ടോ? ആ, ഒരു 3-4 കാണും. തന്നെ, അപ്പോൾ സംഗതി എളുപ്പമായി. അങ്ങനെയാണെങ്കിൽ അതിൽ ഒരെണ്ണം എടുത്ത് എൻ്റെ പുറംചട്ടയും കീറി കളയണം. അയ്യോ, അതൊന്നും പറ്റില്ല സാറേ. എന്ത് പറ്റി? ഒറ്റെണ്ണത്തിന് പുറഞ്ഞിട്ടില്ല. പിന്നെ കുറച്ചുകൂടെ എളുപ്പമായി. എന്തിനാണെന്ന് അറിയാമോ? ഈ പുറംചട്ടയില്ലാത്ത ഒരു പുസ്തകം എടുത്തതിന് ശേഷം ഒരു കമ്പ്യൂട്ടർ വിദഗ്ധനെ പോയി കാണണം. ഇപ്പോഴത്തെ പയ്യന്മാരൊക്കെ എന്ത് പറഞ്ഞു കൊടുത്താലും മനസ്സിലാവും, പെട്ടെന്ന് ചെയ്തു തരും. ഈ പുസ്തകം ഉണ്ടല്ലോ, പണ്ട് ഈ മിസായെന്ന് പറഞ്ഞ സാധനം, ഇതിൻ്റെ പുറംചട്ട ഓർമ്മയുണ്ടോ? അതിൻ്റെ നിറവും പിഷാരടിയുടെ കാര്യങ്ങളും ശാസ്ത്രീയവും ഒക്കെ. കുറേ പഴയ പോലത്തെ ഒരു പുറംചട്ട അതിലടിക്കണം. എന്നിട്ട് അതിനെ നേരെ മൂവാറ്റുപുഴ കൊണ്ടുവരണം. മൂവാറ്റുപുഴ സ്റ്റോർ കീപ്പറെ കണ്ട് ഈ പുസ്തകം അങ്ങോട്ട് കൊടുത്ത് രജിസ്റ്ററിൽ ഒപ്പിടിക്കണം. അതിനുശേഷം പിന്നെ അങ്ങനെ സന്തോഷത്തിന് വേണമെങ്കിൽ ഒരു 90 വാങ്ങിച്ചു കൊടുക്കണം. പ്രശ്നം അതോടെ തീർന്ന്. സമ്മതിച്ചു. അതാണ്. അതെ, ഞാൻ ആ കാലിലൊന്ന് പിടിച്ചോട്ടെ. വേണ്ട സമയം മോശം. നല്ല ബുദ്ധി. സത്യശീല ചിരിക്കുന്നേ കൊള്ളാം. ഇത് വേറൊരാൾ അറിയരുത്. എന്റെ മക്കളാണ് സത്യം, ഞാൻ ഭാര്യയോട് പോലും പറയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 4ആയി 5ആയി 6ആയി നാട്ടുകാർ മുഴുവൻ അറിയും. ഇതേ കഴിഞ്ഞ വർഷം ഞാൻ പ്രയോഗിച്ചൊരു പരിപാടിയാണ്. പറ്റുമോ നോക്ക്, ഒന്ന് ചെയ്തു നോക്ക്. ശരി ശരി, എന്നാ പിന്നെ പോട്ടെ സാർ. ഓക്കെ, ബൈ. ഓക്കെ.